മഹാകവി കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. നർമ്മവും ഹാസ്യവും ഒത്തിണങ്ങിയ ആനന്ദകരമായ കലാരൂപമാണ് തുള്ളൽ. അതിന്റെ രാഷ്ട്രീയ ആവിഷ്കാരമാണ് തള്ളൽ. പക്ഷേ ആരാണ് തള്ളൽ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരെന്ന് ഇതുവരെ കുതന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലയളവാണ് തള്ളൽ പ്രസ്ഥാനത്തിന്റെ വസന്തകാലം. പ്രകടന പത്രിക എന്ന പേരിലാണ് അത് നിറഞ്ഞാടുക. ഉപതെരഞ്ഞെടുപ്പുകളിലാകട്ടെ തള്ളലിന്റെ കൂത്തരങ്ങായിരിക്കും. തുള്ളലും തള്ളലും തമ്മിൽ പ്രകടമായ മറ്റൊരു മാറ്റം കൂടിയുണ്ട്. തുള്ളൽ ആസ്വദിക്കലാണ്, തള്ളലാകട്ടെ അനുഭവിക്കലും. അതെത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞുവെന്ന് ഇപ്പോൾ നിലമ്പൂരുകാരോട് ചോദിച്ചാൽ മനസ്സിലാകും. അതിന്റെ കഥനകഥ അവര് പറഞ്ഞു തരും. തള്ളുമ്പം ആഞ്ഞു തള്ളണമെന്നാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രമാണം. ജൂലൈ ആദ്യ വാരത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിക്ക് കൂട്ടിരിക്കാൻ പോയ ഒരു വീട്ടമ്മ ശ്വാസം മുട്ടി മരിച്ചത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വാസവനും ഭാഗ്യവശാൽ കോട്ടയത്തുണ്ടായിരുന്നു. രണ്ട് മന്ത്രിമാരും അപകട സ്ഥലത്തേക്ക് പതിവ് പോലെ കുതിച്ചെത്തി. കേരളത്തിലെ ആരോഗ്യരംഗം രാജാക്കന്മാരുടെ കാലം മുതൽക്കേ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഏറെ മികവ് പുലർത്തിയിരുന്നു. എന്നിട്ടും വീണ ജോർജിന്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾക്ക് രോഗശമനം ഉണ്ടായത് എന്ന മട്ടിലാണ് പ്രചാരണം. കെട്ടിടം തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ദുരന്ത നിവാരണ നിയമത്തിലെ പ്രാഥമിക മര്യാദയിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനു തുനിയാതെ മെഡിക്കൽ കോളേജിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് മന്ത്രി അവിടെ നിന്ന് ക്യാമറയെ നോക്കി വാചകമടിച്ചു. ആ സമയത്ത് രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആരോഗ്യവതിയായ ഒരു വീട്ടമ്മ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. ആശുപത്രി സൂപ്പറാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് എന്നൊക്കെ തള്ളിവിടുന്നതിനിടയിൽ അവർ മരണത്തിന് കീഴടങ്ങി. ആശുപത്രി സൂപ്രണ്ടിനെ ആരും വിമർശിക്കരുതെന്നും അദ്ദേഹത്തെ രോഗികൾ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്നും വാസവൻ പ്രസ്താവിച്ചു. തെള്ളകമെന്ന വാക്കിന് തുള്ളലുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും കുതന്ത്രി ദർശിക്കുന്നില്ല. എന്നാൽ തള്ളലുമായി ചെറിയ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് താനും. സർക്കാർ പദ്ധതികളുടെ വലിയ വായയിലുള്ള ത്വാത്വിക അവലോകന മേഖലാ യോഗമാണ് കെട്ടിടം തകരുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 5 കിലോമീറ്റർ അകലം മാത്രമേ തള്ളകത്തേക്കുണ്ടായിരുന്നുള്ളൂ. അപകടമറിഞ്ഞ മാത്രയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അവിടേക്ക് പുറപ്പെട്ടു. പക്ഷേ ആശുപത്രി ചുറ്റിക്കറങ്ങി വാഹനം സഞ്ചരിച്ചതല്ലാതെ അപകട സ്ഥലം അദ്ദേഹം സന്ദർശിച്ചില്ല. പണക്കാർ പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ കിടക്കുവാൻ കൊതിക്കുകയാണെന്നും അത്രയ്ക്ക് ഉഗ്ര ചികിത്സയാണ് അവിടെ നടക്കുന്നതെന്നും എഴുന്നള്ളി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും പാർട്ടി പാണന്മാർ ആരോഗ്യ മേഖലയെ സർക്കാർ കരുത്തോടെ മുന്നോട്ട് നയിക്കുകയാണെന്ന് പാടി നടക്കുകയായിരുന്നു. സജി ചെറിയാനാകട്ടെ താൻ മരിക്കുന്നത് വരെ മാത്രമേ സർക്കാർ ആശുപത്രിയിൽ കിടക്കുകയുള്ളെന്നും മരിക്കുമെന്ന് തോന്നിയാൽ അപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറക്കുമെന്നുള്ള സത്യം അറിയാതെ വെളിപ്പെടുത്തിപ്പോയി. ആഗോളടിസ്ഥാനത്തിൽ തള്ളൽ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഒരു തലൈവരെ ലഭിച്ച സന്തോഷത്തിലാണ് ലോകം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരു ഇല ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് തന്റെ അനുവാദത്തോടെയാണെന്നാണ് അവകാശവാദം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തിയതും ഇറാനും ഇസ്രായേലും ഇടിപിടിക്കുന്നതും ഇറാൻ പരമോന്നത നേതാവിനെ കൊല്ലുന്നതും കൊല്ലാതിരിക്കുന്നതുമൊക്കെ തന്റെ ഇംഗിതത്തോടെയാണെന്നാണ് പ്രവചനം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ ഇറാനെ ആക്രമിച്ച് പുലിവാല് പിടിച്ചപ്പോൾ ഈ അസുഖം അല്പമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് എന്നാൽ വെറും ഒരു തുറുപ്പ് ഷീറ്റാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ട്രംപ് മൈ ഫ്രണ്ടാണെന്ന് പറയുന്ന നമ്മുടെ രാജാവും തള്ളലിന് ഒരു കുറവും വരുത്താറില്ല. പ്രധാനമന്ത്രി മഹാനാണെന്ന് ഇടയ്ക്കിടെ വിളിച്ചു പറയുന്ന നമ്മുടെ ശശിക്ക് അപ്പോൾ പിന്നെ എന്തെങ്കിലും എഴുന്നള്ളിക്കാതെ നിർവാഹമില്ലല്ലോ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മഹാനായൊരു മനുഷ്യൻ അവതരിക്കുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരൊറ്റ തള്ളി. അത് സംബന്ധിച്ച് ഒരു സർവേ ഫലവും പുറത്തുവിട്ടു. പോകി നോക്കിയപ്പോഴല്ലേ ആളെ മനസ്സിലായത്. നമ്മുടെ ശശിയണ്ണൻ തന്നെയാണ് വരാനിരിക്കുന്ന ആ മഹാനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു പാറ്റണ്ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി. ശശി പണ്ട് പേര് മാറ്റി സോമനായ കഥ നാട്ടിൽ പരക്കെ പാട്ടാണ്. ഇതിപ്പോ ഏത് പാർട്ടിയിലാണ് മുഖ്യമന്ത്രി ആവുക എന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത്. പേര് മാറ്റിയതിന് പകരം പാർട്ടി മാറുന്നതിലാണ്
പറക്കാൻ ആകാശം ഫ്രീ ആയി കിട്ടിയ പാർട്ടി എംപിയുടെ ആഗ്രഹം. തള്ളലിലും തുള്ളലിലും തരൂരും അത്ര പുറകിലല്ലെന്ന് കട്ടായം. അരിവാൾ ചുറ്റികയും കയ്യിലേന്തി നക്ഷത്രത്തെ ആണയിട്ട് ചില വീരവാദങ്ങൾ വണ്ടൂരടക്കമുള്ള അങ്ങാടികളിൽ തള്ളലായി ഉയർന്നു പൊങ്ങുന്നുണ്ട്. അരിവാള് കൊണ്ട് കൊയ്യുമത്രേ. വയലാകുമെന്നാണ് കുതന്ത്രി വിചാരിച്ചത്. അടുത്ത് കേട്ടപ്പോഴല്ലേ അത് കജ്ജാണെന്ന് മനസ്സിലായത്. പിന്നെ പറയുന്നത് ചുറ്റിക കൊണ്ട് തലക്കടിക്കുമെന്നാണ്. എന്നിട്ട് നാട്ടുകാരെ കൊണ്ടൊക്കെ നക്ഷത്രം എണ്ണിക്കുമത്രേ. ലക്ഷണമൊത്ത തള്ളലിന് പറ്റിയ നല്ല ചിഹ്നം തന്നെ അല്ലേ?